ഹായ് വീവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് പ്രധാനമായും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതായത് +2 കൊമേഴ്സ്, BCom, BBA, MCom പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, അതിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ 6 ഓഫ് കമ്പനീസ് ആക്ട്, ഫോം ആൻഡ് കണ്ടന്റ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്, നോട്ട്സ് ടു അക്കൗണ്ട്സ് ഓൺ ബാലൻസ് ഷീറ്റ്. നമുക്ക് മീനിങ് നോക്കാം. ഫൈനൽ അക്കൗണ്ട്സ് ആർ ദ അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ എ കമ്പനി അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ്. The final accounts usually includes balance sheet and profit and loss account. സാധാരണഗതിയിൽ പറയുന്ന പോലെ തന്നെയാണ് ഫൈനൽ അക്കൗണ്ട്സ് ഒരു കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് സാധാരണയായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒന്ന് ബാലൻസ് ഷീറ്റ്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. The Schedules 3 of Companies Act 2013 provides various general instructions for the preparation of a balance sheet and the statement of profit and loss of a company. Companies Act 2013 ഷെഡ്യൂൾ 3 പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നെക്സ്റ്റ് ഹെഡിങ്, ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ 6 ഓഫ് കമ്പനീസ് ആക്ട് 1956. ഷെഡ്യൂൾ 6 ഓഫ് കമ്പനീസ് ആക്ട് 1956. നൗ ദിസ് ഷെഡ്യൂൾ ഈസ് റിവൈസ്ഡ്. ഈ ഷെഡ്യൂൾ ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഷെഡ്യൂളിൽ പറയുന്നത് നോക്കാം. റിവൈസ്ഡ് ഷെഡ്യൂൾ 6 applicable to all companies for the financial year commencing from 1st April 2011. റിവൈസ്ഡ് ഷെഡ്യൂൾ പറയുന്നത് എല്ലാ കമ്പനികൾക്കും, അതായത് ഫിനാൻഷ്യൽ ഇയർ 1st April 2011 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികൾക്കും റിവൈസ്ഡ് ഷെഡ്യൂൾ 6 പറയുന്ന കാര്യങ്ങൾ ബാധകമാണ്. ദെൻ മെയിൻ പോയിന്റ്സ്. ഒന്ന്, ദ റിവൈസ്ഡ് ഷെഡ്യൂൾ പ്രിസ്ക്രൈബ്സ് എ വെർട്ടിക്കൽ ഫോർമാറ്റ് ഫോർ പ്രസന്റേഷൻ ഓഫ് എ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു വെർട്ടിക്കൽ ഫോർമാറ്റാണ് പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ടി ഫോർമാറ്റിലുള്ള അക്കൗണ്ട്സുകളായിരുന്നു. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലാണ് ചെയ്തുകൊണ്ടുണ്ടായത്. അത് ടി ഫോർമാറ്റിലായിരുന്നു. നൗ ദിസ് ഫോം ഈസ് ചേഞ്ച്ഡ് ടു എ വെർട്ടിക്കൽ ഫോർമാറ്റ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, all assets and liabilities classified into current and non-current and presented separately on the face of the balance sheet. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് ആൻഡ് നോൺ കറണ്ട്. സി കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്. ദെൻ നോൺ കറണ്ട് അസറ്റ്സ്, നോൺ കറണ്ട് ലയബിലിറ്റീസ്. പിന്നീട് പറയുന്നത് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ് സെപ്പറേറ്റ്ലി ഓൺ ദ ഫേസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇത് ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ഹെഡിങ്ങിലൂടെ കാണിക്കേണ്ടതും ആണെന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. തേർഡ് വൺ, only broad and important items are to be given on the face of the balance sheet and if any information in detail can be given in the notes to accounts. തേർഡ് പോയിന്റ് നോക്കാം. ബാലൻസ് ഷീറ്റിനകത്ത് ബ്രോഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ഹെഡിങ്സ് മാത്രം, അതായത് മേജർ ഹെഡിങ്സ് മാത്രം കാണിച്ചാൽ മതിയാകും. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ നോട്ട്സുകളും, അതായത് വർക്കിംഗ് നോട്ടുകളൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലോ, ആ വർക്കിംഗ് നോട്ട്സുകളൊക്കെ തന്നെ സെപ്പറേറ്റ് കോളത്തിൽ കാണിക്കേണ്ടതാണ്. ആ കോളം ഹെഡിംഗ് ആണ് നോട്ട് ടു അക്കൗണ്ട്സ്. ഫോർത്ത് വൺ,
Any debit balance in the statement of profit and loss will be disclosed under the head reserve and surplus. ഇവിടെ പറയുന്ന പോയിന്റ് സാധാരണഗതിയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നുകിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ലഭിക്കുന്നത് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ അതിനെ പ്രോഫിറ്റ് എന്ന് പറയും. ദെൻ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെ ലോസ് എന്നാണ് പറയുക. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഡെബിറ്റ് ബാലൻസ് ആയാലും ക്രെഡിറ്റ് ബാലൻസ് ആയാലും നമ്മൾ ഇനി മുതൽ കാണിക്കേണ്ടത് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിങ്ങിലാണ്. ദെൻ ഫിഫ്ത്ത് വൺ, ദ ടേം സൺട്രി ഡെപ്റ്റേഴ്സ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് ദ ടേം ട്രേഡ് റിസീവബിൾസ്. സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്കറിയാം സാധാരണഗതിയിൽ ട്രയൽ ബാലൻസിന് എല്ലായ്പ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. ഈ സൺട്രി ഡെപ്റ്റേഴ്സിന്റെ ടേം നൗ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ദ ടേം ട്രേഡ് റിസീവബിൾസ്. ഇപ്പോൾ നമ്മൾ പുതിയ റിവൈസ്ഡ് ഷെഡ്യൂൾസ് പറയുന്നത് ട്രേഡ് റിസീവബിൾസിൽ മാത്രമേ ആരെ ഉൾപ്പെടുത്താൻ പാടുള്ളൂ, സൺട്രി ഡെപ്റ്റേഴ്സിനെ. അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് സെപ്പറേറ്റ് ഹെഡിങ് വരുന്നില്ല, പകരം ട്രേഡ് റിസീവബിൾസ് ആണ് ഹെഡിങ്. അതേപോലെ തന്നെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ഞാനിതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇഫ് ദർ ഈസ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഇറ്റ് ഷുഡ് ബി കം അണ്ടർ ദ ഹെഡിങ് ട്രേഡ് പേയബിൾസ്. സൺട്രി ഡെപ്റ്റേഴ്സ് ട്രേഡ് റിസീവബിൾസ് ആണെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ട്രേഡ് പേയബിൾസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. Then sixth one, the name has been changed to statement of profit and loss as against profit and loss account as contained in the old schedule 6. അതായത് നമ്മുടെ പഴയ ഷെഡ്യൂൾ 6 പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ടി ഫോമാറ്റാണ് ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇപ്പോൾ ആ ടേം മാറ്റിയിട്ട് അതിനെ ചേഞ്ച് ചെയ്തു. നൗ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ അക്കൗണ്ട് പോയി ആര് വന്നു, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ടേം. ദെൻ സെവൻത്ത് വൺ, as per schedule 6 no profit and loss appropriation account is to be prepared. It is simply an internal adjustment to be shown under the head reserve and surplus. schedule 6 പറയുന്ന മറ്റൊരു പോയിന്റ്, there is no need to prepare profit and loss appropriation account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് വരയ്ക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത് പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊന്നും എല്ലാം തന്നെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞേ, ദാറ്റ് അഡ്ജസ്റ്റ്മെന്റ് ക്യാൻ ബി ഷോൺ അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. അതായത് ഇങ്ങനെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സെപ്പറേറ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ 6 ഓഫ് കമ്പനീസ് ആക്ട്. നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് 1, 2, 3, 4, 5, 6, 7 7 പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്. ഈ 7 പോയിന്റ് മതിയാവും. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 7 പോയിന്റ് മതിയാകും. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫോം ആൻഡ് കണ്ടന്റ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. നോക്കാം. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ്, ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെഡിങ് നോക്കാം. നെയിം ഓഫ് ദ കമ്പനി. ഹിയർ വി ഷുഡ് എൻ്റർ ദ നെയിം ഓഫ് ദ കമ്പനി. ഫോർ എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ്, ആൽഫ ലിമിറ്റഡ്. നമുക്ക് ക്വസ്റ്റിനകത്ത് എന്താണോ കമ്പനിന്റെ പേര് കൊടുത്തിട്ടുള്ളത് ആ പേര് വേണം ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട്. ദെൻ ബാലൻസ് ഷീറ്റ് ആസെറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ. ഹിയർ വി ഷുഡ് എൻ്റർ ദ ഡേറ്റ്. സാധാരണഗതിയിൽ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഉണ്ടാവുക, 31 മാർച്ച്. അങ്ങനെ ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ദെൻ ഫോർമാറ്റിലേക്ക് പോകാം. കോളം ഹെഡിങ് നോക്കാം. പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ. സി ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഫോർമാറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിലാണ് ഉള്ളത്. ആദ്യത്തെ ഹെഡിങ് പർട്ടിക്കുലേഴ്സ് ആണ്. പർട്ടിക്കുലേഴ്സിൽ എഴുതുന്നത് ഐറ്റംസ് ആണ്. നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റും ലയബിലിറ്റീസും ആണ് ഉണ്ടാവുന്നത്. ആ അസറ്റും ലയബിലിറ്റീസും നെയിം എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് പർട്ടിക്കുലേഴ്സ് കോളം. സെക്കൻഡ് കോളം നോട്ട് നമ്പർ. നോട്ട് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, റിവൈസ്ഡ് ഷെഡ്യൂൾ പ്രകാരം നമ്മൾ വർക്കിംഗ് നോട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണം കാണിക്കാൻ, സെപ്പറേറ്റ് കോളത്തിൽ വേണം കാണിക്കാൻ. അത് നോട്ട്സ് ടു അക്കൗണ്ട്സ് കോളമാണ്. അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള നോട്ട് നമ്പർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. Then third column figures at the end of current year. Then fourth column figures at the end of previous year. ഒരു കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇയർ ഫിഗറും പ്രീവിയസ് ഇയറും ചെയ്യേണ്ടതാണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് കറണ്ട് ഇയർ ഫിഗർ മാത്രമേ ഉണ്ടാവൂ. സോ പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ,
ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ. ഇത്രയുമാണ് കോളം ഹെഡിങ്. ഇനി നമുക്ക് ഇതിന്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ദിസ് ഈസ് വൺ ഓഫ് അവർ മേജർ ഹെഡിങ്. ഇതാണ് മേജർ ഹെഡിങ്. ഇതുപോലെ തന്നെയാണ് ഒരു ഹെഡിങ്ങും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സി ക്യാപിറ്റൽ ലെറ്റർ ബി അസറ്റ്സ്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിനകത്ത് മേജർ ഹെഡിങ് രണ്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് എ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, മറ്റൊന്ന് ബി അസറ്റ്സ്. സി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്ന ഒന്നാമത്തെ ഹെഡിങ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതിനകത്ത് അഗെയിൻ ഇറ്റ് ഇൻക്ലൂഡ്സ് 3 എലമെന്റ്സ്. 3 എലമെന്റ്സ് വരുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസസ്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. ഈ 3 ഐറ്റമാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഞാൻ നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1, റിസർവ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. ഇതിന് സെപ്പറേറ്റ് നോട്ട് നമ്പർ കൊടുത്തിട്ടില്ല. ഈ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. സി സെക്കൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ അതേപോലെ തന്നെയാണ് 4 ഐറ്റംസ് വരുന്നുണ്ട്. ലോങ് ടേം ബോറോയിങ്സ് കൺസേൺഡ് നോട്ട് നമ്പർ 3, then deferred tax liabilities net note number 4, other long term liabilities note number 5, long term provisions 6. അപ്പോൾ non current liabilities again include 4 elements. Then third one current liabilities. Current liabilitiesൽ നമുക്ക് നോക്കാം. ഷോർട്ട് ടേം ബോറോയിങ്സ് നോട്ട് നമ്പർ 7, ട്രേഡ് പേയബിൾസ് നോട്ട് നമ്പർ 8, അതർ കറണ്ട് ലയബിലിറ്റീസ് നോട്ട് നമ്പർ 9, then ഷോർട്ട് ടേം പ്രൊവിഷൻസ് നോട്ട് നമ്പർ 10. സോ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത് 3 ഹെഡിങ്സ് ആണ്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, രണ്ട് നോൺ കറണ്ട് ലയബിലിറ്റീസ്, 3 കറണ്ട് ലയബിലിറ്റീസ്. ഈ 3 ഐറ്റംസ് മാത്രമാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത്, അതിന്റെ ടോട്ടൽ. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. ദെൻ മൂവ് ടു അസറ്റ് സൈഡ്. അസറ്റ് സൈഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോൺ കറണ്ട് അസറ്റ്സ്. സി നോൺ കറണ്ട് അസറ്റിൽ അഗെയിൻ ഇൻക്ലൂഡഡ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് 1 കൊടുത്തു. അതിനകത്ത് ആദ്യത്തെ ഐറ്റമാണ് ഫിക്സഡ് അസറ്റ്. സി ഫിക്സഡ് അസറ്റ് ഇൻക്ലൂഡ്സ് 5 കമ്പോണൻസ്. നോക്കാം. ടാൻജിബിൾ അസറ്റ്സ് നോട്ട് നമ്പർ 11. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഷോർട്ട് ടേം പ്രൊവിഷൻസ് 10 നമ്മൾ കൊടുത്തത്. അതിനുശേഷം വരുന്നതാണ് ടാൻജിബിൾ അസറ്റ്സ് നോട്ട് നമ്പർ 11, ഇൻടാൻജിബിൾ അസറ്റ്സ് നോട്ട് നമ്പർ 12, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് നോട്ട് നമ്പർ 13, ഇൻടാൻജിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെന്റ് നോട്ട് നമ്പർ 14. ദെൻ വൺ മോർ ഐറ്റം ഫിക്സഡ് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ. ഇതിന് ഞാൻ സെപ്പറേറ്റ് നോട്ട് നമ്പർ കൊടുത്തിട്ടില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ 1 or 2 ഉണ്ടെങ്കിൽ മാത്രം നോട്ട് കാണിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ എമൗണ്ട് എഴുതി വെക്കാവുന്നതാണ്. സോ നോൺ കറണ്ട് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് 5 ഐറ്റംസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ ഫിക്സഡ് അസറ്റ് കഴിഞ്ഞു, അത് സ്മോൾ ലെറ്റർ എ എന്നാണ് കൊടുത്തത്. ദെൻ ബി നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് നമ്പർ 15. സി ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് നെറ്റ്. ഇതിന് സെപ്പറേറ്റ് നോട്ട് നമ്പർ കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ ലയബിലിറ്റി വരുന്ന സമയത്ത് അവിടെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് നോട്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമ്മുടെ ആൻസറിനകത്ത് വരൂ. Then next one long term loans and advances note number 16, other non-current assets note number 17. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് കഴിഞ്ഞ ഉടനെ സെക്കൻഡ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ്സ് ഇൻക്ലൂഡ്സ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് നമ്പർ 18, ഇൻവെന്ററീസ് നോട്ട് നമ്പർ 19, ട്രേഡ് റിസീവബിൾസ് നോട്ട് നമ്പർ 20, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വിവാലൻസ് 21, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് 22, അതർ കറണ്ട് അസറ്റ്സ് 23. ദെൻ ടോട്ടൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് മേജർ ഹെഡിങ് 2 മാത്രമേ ഉള്ളൂ. ഓർമ്മിക്കണം, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, മറ്റൊന്ന് അസറ്റ്സ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ 3 ഹെഡിങ്, അസറ്റ്സിൽ മെയിൻ ആയിട്ട് 2 ഹെഡിങ് ആണ് വരുന്നത്. ദെൻ ടോട്ടൽ. ഇത്രയുമാണ് നമ്മുടെ ഫോം ആൻഡ് കണ്ടന്റ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക്
ഓരോ ഐറ്റവും ബാലൻസ് ഷീറ്റിനകത്തുള്ള ഓരോ ഐറ്റംസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ നോക്കാം. നമ്മൾ ആദ്യം പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡിൽ മേജർ ഹെഡിംഗ് ആണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഈ ഒരു ഭാഗം നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതുന്നത് ലയബിലിറ്റി സൈഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും. അവിടെയാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇക്വിറ്റിനെ കുറിച്ചിട്ടുള്ളതും ലയബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ടാവുന്നത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. കൂടാതെ അഡ്ജസ്റ്റ്മെന്റിലേക്കും നമ്മളൊന്ന് നോക്കേണ്ടി വരും. ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് പോലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് നമുക്കറിയാം ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലായിട്ട് നമുക്ക് ഐറ്റംസ് കിട്ടുന്നത്. നോക്കാം. അതിൽ ഒന്നാമത്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഞാൻ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ 3 ഐറ്റം ഉണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഐറ്റമാണ് ഷെയർ ക്യാപിറ്റൽ, നോട്ട് നമ്പർ 1. അപ്പോൾ നമ്മുടെ നോട്ട് ടു അക്കൗണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോട്ട് ടു അക്കൗണ്ട്സിന് ഹെഡിങ് എഴുതി ഇതിന് വേണം ഓരോ ഐറ്റംസ്, ഓരോ നോട്ട് നമ്പർ. ഇപ്പം നമ്പർ 1 ഷെയർ ക്യാപിറ്റലാണ് എഴുതുന്നത്. അതേപോലെ നോട്ട് നമ്പർ 2 റിസർവ് ആൻഡ് സർപ്ലസ്. ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ. സി ഷെയർ ക്യാപിറ്റൽ is authorized share capital, issued share capital, subscribed share capital, called up share capital, then paid up share capital. ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം നോക്കാം. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. സി ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഈസ് the registered capital that a company should mention at the time of its registration. ഒരു കമ്പനി അതിന്റെ രജിസ്ട്രേഷൻ സമയത്ത് കാണിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ദെൻ ഡാഷ് ഷെയർസ് ഓഫ് റുപ്പീസ് ഡാഷ് ഈച്ച്. ഇവിടെ എത്ര ഷെയർ ഉണ്ട്, കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ടോ, സപ്പോസ് 1000 ഷെയർ ആണെങ്കിൽ 1000 ഷെയർസ് ഓഫ് റുപ്പീസ്. ഓരോ ഷെയറിന്റെയും പ്രൈസ് ആണ് ഇവിടെ എഴുതേണ്ടത്. 1000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ആണെങ്കിൽ 10 ഈച്ച്, 20 ആണെങ്കിൽ 20 ഈച്ച്. ദെൻ 1000 ഇൻറ്റു 10, 10,000. ഈ എമൗണ്ട് വേണം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദിസ് ക്യാപിറ്റൽ നെവർ ബി യൂസ്ഡ് ഫോർ ഫർദർ കാൽക്കുലേഷൻ. മറ്റൊരു കാൽക്കുലേഷൻസിനും ഉപയോഗിക്കാത്ത ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓർ റിയൽ ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ. ദിസ് എമൗണ്ട് നീഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ എനി ഫർദർ കാൽക്കുലേഷൻ. മറ്റൊരു തരത്തിലുള്ള കാൽക്കുലേഷൻസിന് നമ്മൾ ഈ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ issued share capital. See, issued share capital means it is that part of authorized share capital that is actually issued by the company for public subscription. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളാണ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഡാഷ് ഷെയർസ് ഓഫ് റുപ്പീസ് ഡാഷ് ഈച്ച്. ഇങ്ങനെയുള്ള ഹെഡിങ്സ് ഒക്കെ നമ്മൾ എഴുതേണ്ട ആവശ്യം ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ലീവ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഭൂരിഭാഗം ഉണ്ടാവുന്നത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് തരാറില്ല. തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. ഒരു കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 1000 ഷെയർസ് ആണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. ഇതിൽ ഒരു 800 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ 800 ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ ഫോർ എക്സാമ്പിൾ 500 ഷെയർസ് ആണ് പബ്ലിക് എടുക്കുന്നതെങ്കിൽ ആ 500 ഷെയർസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 500 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ദെൻ നമ്മൾ കാൽക്കുലേഷൻസ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ബാക്കി ഈ 3 ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ എമൗണ്ട് കോളത്തിൽ ഡബിൾ ലൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. അൾട്ടിമേറ്റ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. നമുക്ക് നോക്കാം കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ 500 ഷെയർ ആണെന്ന് പറഞ്ഞു. ഓരോ ഷെയറിന്റെയും വില 10 രൂപ. സപ്പോസ് 10 രൂപ ഉള്ള ഒരു ഷെയറിന് 5 രൂപയാണ് കമ്പനി വിളിക്കുന്നതെങ്കിൽ ആ 5 രൂപയാണ് എന്ത് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. 10 രൂപേന്റെ ഒരു ഷെയർ 5 രൂപ മാത്രമേ കമ്പനി വിളിക്കുന്നുള്ളൂ എങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൾ മണി, അലോട്ട്മെന്റ് മണി, ഇങ്ങനെ പല ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് കമ്പനി
കോൾ മണി, അലോട്ട്മെന്റ് മണി, ഇങ്ങനെ പല ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ കമ്പനി കോൾഡ് അപ്പ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്, കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അത് നമുക്ക് എങ്ങനെ എഴുതാം, ഡാഷ് ഷെയർസ് ഓഫ് റുപ്പീസ് ഡാഷ് എച്ച്. എത്രയാണോ കമ്പനി വിളിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ എഴുതാവുന്നതാണ്. ദെൻ അവിടെ എഴുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, if there is any calls in arrears or unpaid calls that should be deducted here. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ കോൾ മണിയോ അലോട്ട്മെന്റ് മണിയോ കൊടുക്കാൻ വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എമൗണ്ടിനാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾ എന്ന് പറയും. ഇങ്ങനെ അൺപെയ്ഡ് കോളോ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് കോൾസ് ഇൻ അരിയർ ഈക്വൽ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ദ ലാസ്റ്റ് ട്രീറ്റ്മെന്റ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആഡ് ഫോർഫീറ്റഡ് ഷെയർസ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കിട്ടിയതിന് ശേഷം ഫോർഫീറ്റഡ് ഷെയർസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ക്യാപിറ്റൽ കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തേക്ക് പോകുന്ന ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ച് അതിനോടുകൂടി ഫോർഫീറ്റഡ് ഷെയർസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ദിസ് എമൗണ്ട് വിൽ ബി ഷോൺ ടു ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2. സി റിസർവ് ആൻഡ് സർപ്ലസസ്. 2 ഹെഡിങ്ങുകളാണ് കാണുന്നത്, ഒന്ന് റിസർവ് മറ്റൊന്ന് സർപ്ലസസ്. റിസർവ് എഴുതിയതിന് ശേഷം മാത്രമേ സർപ്ലസ് നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം റിസർവ് നോക്കാം. റിസർവ് ഹെഡിങ്ങിനകത്ത് വരുന്നതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. തുടക്കത്തിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ജനറൽ റിസർവ്, ആഡ് അഡിഷൻസ് ഡ്യൂറിംഗ് ദ ഇയർ, then add other reserve, capital reserve, capital redemption reserve, debenture redemption reserve, revaluation reserve, and finally security premium, then total reserve. നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ജനറൽ റിസർവ്. ഇത് സാധാരണഗതിയിൽ നമുക്ക് ട്രയൽ ബാലൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. ഈ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് കാണിക്കുന്ന റിസർവ് ആണ് ജനറൽ റിസർവ്. സാധാരണഗതിയിൽ എപ്പോഴും റിസർവിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ജനറൽ റിസർവിന്റെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാത്രം നോക്കിയാൽ മതിയാകും. അവിടെ നമുക്ക് ജനറൽ റിസർവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആണ് ഓപ്പണിംഗ് ബാലൻസ്. ആ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ജനറൽ റിസർവ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. സെക്കൻഡ്, ആഡ് അഡിഷൻസ് ഡ്യൂറിംഗ് ദ ഇയർ. നമ്മൾ ഈ വർഷം വീണ്ടും പ്രോഫിറ്റിൽ നിന്നും ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് വേണം ഇവിടെ ആഡ് ചെയ്യാൻ. നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ അഡിഷൻസ് ഡ്യൂറിംഗ് ദ ഇയർ ആഡ് ചെയ്യുക. ദെൻ ആഡ് അതർ റിസർവ്. അതർ റിസർവ് എന്ന് പറഞ്ഞാൽ മറ്റ് എന്ത് റിസർവ് നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് തരുവാണെങ്കിലും അത് അഡ്ജസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലോ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ റിസർവ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റീവാലുവേഷൻ റിസർവ്, ഇങ്ങനെ ഏത് റിസർവ് തന്നു കഴിഞ്ഞാലും നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി പ്രീമിയം. സെക്യൂരിറ്റി പ്രീമിയം നമുക്കറിയാൻ പറ്റും. ഇഫ് എ ഷെയർ ഈസ് ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇറ്റ്സ് നോമിനൽ വാല്യൂ ദെൻ ദ എക്സ്ട്രാ എമൗണ്ട് ഈസ് കോൾഡ് സെക്യൂരിറ്റി പ്രീമിയം. അതായത് ഒരു ഷെയർ, സപ്പോസ് ഒരു ഷെയറിന്റെ വില 10 രൂപയാണെങ്കിൽ നമ്മൾ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപയ്ക്കാണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന 2 രൂപയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത്. അത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടിയ പൈസ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ഫിനാൻഷ്യൽ ഇയർ അവസാനം നമ്മൾ ചെയ്യുന്നത് ഇതിനെ ക്യാപിറ്റൽ റിസർവിലേക്കാണ് നമ്മൾ മാറ്റിയിടുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രീമിയം കൂടെ റിസർവിന്റെ ഭാഗമായിട്ട് എഴുതേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി പ്രീമിയം ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെക്യൂരിറ്റി പ്രീമിയം കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് വി ഷുഡ് ആഡ് ഹിയർ. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് ടോട്ടൽ റിസർവ്. റിസർവ് കഴിഞ്ഞ ഉടനെ നമുക്ക് അടുത്ത ഹെഡിങ് എഴുതാം, സർപ്ലസസ്. സർപ്ലസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മുൻകാലങ്ങളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ കാണുന്നത്.
ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടില്ല, പകരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് സർപ്ലസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കാം. ഈ നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് സർപ്ലസും, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ഡെഫിസിറ്റും ആയിരിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്, പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. അത് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മുടെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് മാത്രമേ ഉണ്ടാവൂ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. അവിടെ നോക്കി നമുക്കത് മനസ്സിലാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്ന എമൗണ്ട് ആണ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ആഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് ആണിത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഈ വർഷം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. അത് ആഡ് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം ലെസ് അപ്രോപ്രിയേഷൻ. ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് നീക്കിയിരുപ്പ് നടത്തുന്നത് അതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്രോപ്രിയേഷൻസ് നോക്കാം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ്, പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ്, ആൻഡ് ഫൈനലി കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 17%. ഇത്രയുമാണ് അപ്രോപ്രിയേഷൻ നടത്തേണ്ടത്. അപ്പോൾ ആദ്യത്തത് എന്താ? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. നമ്മൾ ഈ വർഷം പ്രോഫിറ്റിൽ നിന്നും എന്തെങ്കിലും തുക നമ്മൾ ജനറൽ റിസർവിലേക്ക് നീക്കിയിടുന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ദെൻ ട്രാൻസ്ഫർ ടു അതർ റിസർവ്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ ആയിട്ട് നമ്മൾ വായിച്ചു നോക്കണം. ഒന്ന് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, രണ്ട് ട്രാൻസ്ഫർ ടു അതർ റിസർവ്. ഏതെങ്കിലും റിസർവ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും റിസർവിലേക്ക് നീക്കിയിടുന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ ലെസ് ചെയ്യേണ്ടതാണ്. ദെൻ എന്തെങ്കിലും ഡിവിഡൻഡ് കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് നമുക്കിവിടെ ലെസ് ചെയ്യാം. ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ്, പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ്. ഈ 3 ഡിവിഡൻഡാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡിവിഡൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ ആ ഡിവിഡൻഡിന്റെ ഇൻഫർമേഷൻ, അതിന്റെ തുകയും നമുക്ക് ഇവിടെ എഴുതേണ്ടതുണ്ട്. ഫൈനലി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം? കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. അത് 17% ആണ്. ഈ ഡിവിഡൻഡ് ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ ഡിവിഡൻഡിന്റെ മുകളിലാണ് 17% ടാക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തപ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ അപ്രോപ്രിയേഷൻസ് മൈനസ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലസ് ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ഫിഗർ ആയിരിക്കും. ഞാൻ പറഞ്ഞു പ്ലസ് ഫിഗർ ആണെങ്കിൽ സർപ്ലസ് എന്ന് പറയും, മൈനസ് ഫിഗർ ആണെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് പറയുക. ദെൻ നേരത്തെ നമ്മൾ ടോട്ടൽ റിസർവ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ടോട്ടൽ റിസർവിനോട് കൂടി ഇവിടെ കിട്ടുന്ന സർപ്ലസ് ഇത് ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞു വരുന്നത്. ഈ ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസ് ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ നോട്ട് നമ്പർ 2 ഈ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ കാണിക്കേണ്ടത്. റിസർവ് ആൻഡ് സർപ്ലസിന്റെ ടോട്ടൽ നമ്മൾ ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത് മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറന്റ് ആണ്. ഞാൻ സെപ്പറേറ്റ് നോട്ട് നമ്പർ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റിനകത്ത് ഉണ്ടാവുന്നത്. എങ്കിലും പറയാം, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറന്റ്. ഷെയർ വാറന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ദിസ് ഇൻസ്ട്രുമെന്റ് can be converted into equity shares in a future date. നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഷെയർ വാറണ്ട്. അങ്ങനെ ഷെയർ വാറണ്ടിന്റെ മുകളിൽ കമ്പനി പൈസ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഇവിടെ കാണിക്കാവുന്നതാണ്. അതാണ് മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. ഷെയർ വാറണ്ട് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ 1 കഴിഞ്ഞു. നെക്സ്റ്റ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ് നമ്മുടെ നോട്ട് നമ്പർ 3 എഴുതിയിരിക്കുന്നത്. ലോങ് ടേം ബോറോയിങ്സ്. ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ദീർഘകാലത്തേക്ക് വാങ്ങിയിരിക്കുന്ന വായ്പകളാണ് ഇവിടെ വരുന്നത്. അതായത് ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ടേം ലോൺസ്, ഡെപ്പോസിറ്റ്സ്, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ലോൺസ്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിനകത്താണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് ലോങ് ടേം ബോറോയിങ്സിനാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. ബോണ്ട്, ഡിബഞ്ചേഴ്സ്. നമ്മുടെ കമ്പനി വളരെ ദീർഘകാലത്തേക്ക് വായ്പ എടുക്കുന്ന ഇൻസ്ട്രുമെന്റുകളാണിത്. ബോണ്ട്, ഡിബഞ്ചേഴ്സ്, അതുപോലെ ടേം ലോൺസ്, ലോങ് ടേം ലോൺസ്, അതേപോലെ ഡെപ്പോസിറ്റ്സ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ദീർഘകാലത്തേക്ക് ഡെപ്പോസിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ബോറോയിങ്സിലാണ് വരുന്നത്. ദെൻ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ലോൺസ്. ഇതിന്റെ ടോട്ടലാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഈ ടോട്ടൽ വേണം നമ്മുടെ
ലോങ് ടേം ബോറോയിങ്സ് എന്ന നോട്ട് നമ്പറിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ലോങ് ടേം ബോറോയിങ്സിൽ വരേണ്ടത്. നോട്ട് നമ്പർ 4 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നെറ്റ് നോക്കാം. നോട്ട് നമ്പർ 4 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. സി, ഇവിടെ നമ്മൾ രണ്ട് ഇൻഫർമേഷനാണ് എഴുതിയിരിക്കുന്നത്, അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം. ഇത് കമ്പയർ ചെയ്യുകയാണ്. ഇതിന് ഡിഫറൻസ് ആണ് ഡെഫേർഡ് ടാക്സ് ആയിട്ട് വരുന്നത്. ഒന്നുകിൽ ലയബിലിറ്റി അല്ലെങ്കിൽ അസറ്റാണ് വരിക. നോക്കാം. ഇഫ് അക്കൗണ്ടിങ് ഇൻകം ഈസ് മോർ ദാൻ ടാക്സബിൾ ഇൻകം ഇറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അക്കൗണ്ടിങ് ഇൻകം ടാക്സബിൾ ഇൻകത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് അക്കൗണ്ടിങ് ഇൻകം ഈസ് ലെസ് ദാൻ ടാക്സബിൾ ഇൻകം ആണെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയും. ഇത് നമ്മൾ രണ്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇഫ് ഇറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണെങ്കിൽ നമ്മൾ അസറ്റ് സൈഡിനകത്താണ് കാണിക്കുക. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ്. ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഐറ്റംസ്. നെക്സ്റ്റ്, നോട്ട് നമ്പർ 5 അതർ ലോങ് ടേം ലയബിലിറ്റീസ്. സി, അതർ ലോങ് ടേം ലയബിലിറ്റീസിൽ ഞാൻ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് എഴുതിയത്. ലോങ് ടേം ട്രേഡ് പേയബിൾസ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലാണ് ഉണ്ടാവുക. വെദർ ദർ ഈസ് ലോങ് ടേം ട്രേഡ് പേയബിൾസ് വി ക്യാൻ മെൻഷൻ ഹിയർ. ദെൻ എനി അതർ ലോങ് ടേം ലയബിലിറ്റി, എന്തെങ്കിലും മറ്റ് ലോങ് ടേം ലയബിലിറ്റീസ് നമുക്ക് ക്വസ്റ്റിനകത്ത് തരുവാണെങ്കിൽ ദാറ്റ് എമൗണ്ട് വി ക്യാൻ ഷോ ഹിയർ. സോ ടോട്ടൽ അതർ ലോങ് ടേം ലയബിലിറ്റീസ്. നോട്ട് നമ്പർ 6 ലോങ് ടേം പ്രൊവിഷൻസ്. നമുക്ക് നോക്കാം. ലോങ് ടേം പ്രൊവിഷൻസ്, അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ്. ഫ്യൂച്ചറിൽ എംപ്ലോയീസിന് എന്തെങ്കിലും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് എവിടെ റെക്കോർഡ് ചെയ്യാം? അണ്ടർ ദ ഹെഡിങ് ലോങ് ടേം പ്രൊവിഷൻസ്. പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് അതേഴ്സ്. ദീർഘകാലത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് ടേം പ്രൊവിഷൻസ് അല്ല, ലോങ് ടേം പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ഈ ഹെഡിങ്ങിനകത്ത് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതായത് പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഐറ്റം. സോ ലോങ് ടേം പ്രൊവിഷൻസ്, അതാണ് ഇവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ നോട്ട് നമ്പർ 6 കൂടി കഴിഞ്ഞു. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പേ ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് നോക്കാം. ആദ്യത്തെ നോട്ട് നമ്പർ 7 ഷോർട്ട് ടേം ബോറോയിങ്സ്. ഷോർട്ട് ടേം ബോറോയിങ്സിൽ ഷോർട്ട് ടേം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ക്രെഡിറ്റ്, ഇത്രയും എലമെന്റ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ചെറിയ കാലത്തേക്ക് നമ്മൾ വാങ്ങുന്ന വായ്പകളാണ് ഷോർട്ട് ടേം ബോറോയിങ്സ്. ഷോർട്ട് ടേം ലോൺസ് ആകാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്, ചെറിയ കാലത്തേക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ക്രെഡിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡാണ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഈ ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന ഹെഡിങ്ങിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് ടേം ബോറോയിങ്സ് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് നോട്ട് നമ്പർ 8 ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് യൂഷ്വലി ഇൻക്ലൂഡ്സ് 2 ഐറ്റംസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. ഇതിന്റെ ടോട്ടലാണ് ട്രേഡ് പേയബിൾസിൽ കാണിക്കേണ്ടത്. എല്ലായ്പ്പോഴും നമുക്ക് ട്രയൽ ബാലൻസിൽ തരുന്ന 2 ഐറ്റമാണ് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. ഈ ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ട, പകരം ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ ആഡ് ചെയ്തതിന് ശേഷം ട്രേഡ് പേയബിൾസ് എന്ന ഹെഡിങ്ങിൽ ടോട്ടൽ എമൗണ്ട് എൻ്റർ ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് നോട്ട് നമ്പർ 9 അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റീസ്, മറ്റ് കറണ്ട് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അൺപെയ്ഡ് ഡിവിഡൻഡ്, കോൾസ് ഇൻ അഡ്വാൻസ്, ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്, ദെൻ അൺപെയ്ഡ് ഡിവിഡൻഡ്, കോൾസ് ഇൻ അഡ്വാൻസ്, നമുക്ക് മുൻകൂട്ടി റിസീവ് ചെയ്യുന്ന
കോൾ മണി, അതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ കോൾസ് ഇൻ അരിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു ഷെയർ ഹോൾഡർ കോൾ മണി കൊടുക്കാതിരുന്നാലാണ് കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ കോളുകൾ മുഴുവൻ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ, നേരത്തെ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് മുൻകൂട്ടി കിട്ടിയ ഇൻകം. നമ്മൾ ആക്ച്വലി ഇൻകം ഏൺ ചെയ്തിട്ടില്ല, അതിന് മുന്നേ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കാണിക്കേണ്ടത് അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന ഹെഡിങ്ങിനകത്താണ്. ഇതിന്റെ ടോട്ടൽ മാത്രമേ ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കാൻ പാടുള്ളൂ. സി, അതർ കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞു. നെക്സ്റ്റ് നോട്ട് നമ്പർ 10, ഷോർട്ട് ടേം പ്രൊവിഷൻസ്. ഷോർട്ട് ടേം പ്രൊവിഷൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, അതേഴ്സ്. 3 ഐറ്റമാണ് മെയിനായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. സി, ചെറിയ കാലത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ്. നമ്മൾ നേരത്തെ ലോങ് ടേം പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ചെറിയ കാലത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ്. എല്ലായ്പ്പോഴും നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടാവുന്ന അതാണ് പ്രൊവിഷൻ ഫോർ ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് ലയബിലിറ്റി. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഡിവിഡൻഡ്. ദെൻ അതേപോലെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ഡിവിഡൻഡ് മുകളിൽ കൊടുക്കുന്ന ടാക്സ് ലയബിലിറ്റി. ഈ 3 ഐറ്റമാണ് മെയിനായിട്ട് ഷോർട്ട് ടേം പ്രൊവിഷൻസിൽ വരുന്നത്. ദെൻ അതേഴ്സ്, ഇതിന്റെ ടോട്ടലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോർട്ട് ടേം പ്രൊവിഷൻ എന്ന ഹെഡിങ്ങിലേക്ക് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളത്. നോട്ട് നമ്പർ 10 കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോട്ട് നമ്പർ 11 ആണ്. അത് നമ്മുടെ ലയബിലിറ്റി സൈഡൊക്കെ കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സി, നോൺ കറണ്ട് അസറ്റ്സ്, അതാണ് മേജർ ഹെഡിങ്. നോൺ കറണ്ട് അസറ്റ്സിൽ ഹെഡിങ് ആണ് ഫിക്സഡ് അസറ്റ്, അതിനാണ് വരുന്നത് ടാൻജിബിൾ അസറ്റ് വരുന്നത്. നോട്ട് നമ്പർ 11 നമുക്ക് നോക്കാം. ടാൻജിബിൾ അസറ്റ്സ്. ടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ദ അസറ്റ്സ് ദാറ്റ് വി ക്യാൻ സീ ആൻഡ് ടച്ച്, നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളാണ് ടാൻജിബിൾ അസറ്റ്. സി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് പിക്ചേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെന്റ്സ്, അതേഴ്സ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഐറ്റമാണ് ട്രയൽ ബാലൻസിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് പിക്ചേഴ്സ്. നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം, ഏത് അസറ്റ് ആയാലും ഫിക്സഡ് അസറ്റ് എഴുതുന്ന സമയത്ത്, ടാൻജിബിൾ അസറ്റ് എഴുതുന്ന സമയത്ത് എനി ഡിപ്രീസിയേഷൻ ഈസ് ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ് ദാറ്റ് വി ഷുഡ് ഡിഡക്ട് ഫ്രം ദ ടോട്ടൽ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് എഴുതുന്നതെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് എഴുതി ലെസ് ഡിപ്രീസിയേഷൻ. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അതേപോലെ തന്നെ ലെസ് ഡിപ്രീസിയേഷൻ. ഫർണിച്ചർ ആൻഡ് പിക്ചേഴ്സ് ലെസ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ ഓരോ ടാൻജിബിൾ അസറ്റ് എഴുതുന്ന സമയത്തും ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെന്റ്സ്, അതേഴ്സ്, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുതി അതിനുശേഷം ടോട്ടലാണ് എന്ത് ചെയ്യുന്നത്, ടാൻജിബിൾ അസറ്റ് നോട്ട് നമ്പർ 11 നമ്മൾ ടോട്ടൽ എമൗണ്ട് വേണം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആണ് എഴുതേണ്ടത്. ടാൻജിബിൾ അസറ്റ് നമ്മൾ 11 ടോട്ടൽ ഇവിടെ എൻട്രി ചെയ്യും. അതിനുശേഷം നമുക്ക് നോക്കാം നോട്ട് നമ്പർ 12 ഇൻടാൻജിബിൾ അസറ്റ്സ്. ഇൻടാൻജിബിൾ അസറ്റ്സ് നോക്കാം. ഗുഡ് വിൽ, ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക്, മൈനിങ് റൈറ്റ്സ്, കോപ്പി റൈറ്റ്സ്, ലൈസൻസ് ആൻഡ് ഫ്രാഞ്ചൈസ്, പാറ്റൻസ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റുകളാണ്. കമ്പനീൻ്റെ ബുക്സിനകത്ത് കാണുന്ന ഗുഡ് വില്ല്, അതേപോലെ ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക്, ഇങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അസറ്റ് സൈഡ് എഴുതുന്ന സമയത്ത് എപ്പോഴും നോക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റുകളൊക്കെ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. ഒരു കാരണവശാലും ക്രെഡിറ്റ് സൈഡിനകത്ത് കാണാൻ പറ്റൂല. സോ നമ്മൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇഫ് ദർ ഈസ് എനി ഇൻടാൻജിബിൾ അസറ്റ് ഹിയർ വി ക്യാൻ റെക്കോർഡ് ദാറ്റ് ഐറ്റം. ദെൻ വൺ മോർ പോയിന്റ് ഈസ് ദർ, അവിടെ ഞാൻ ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എനി ഇൻഫോർമേഷൻ റിഗാർഡിംഗ് അമോർട്ടൈസേഷൻ ദാറ്റ് ഈസ് റൈറ്റ് ഓഫ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഫ്രം ദി എബവ്. അപ്പോൾ നമ്മൾ നേരത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി പോലുള്ള ടാൻജിബിൾ അസറ്റ് പറയുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ നമ്മൾ ഡിഡക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇൻടാൻജിബിൾ അസറ്റിന് വരുന്ന ഡിക്രീസ് ഇൻ വാല്യൂ ആണ് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻടാൻജിബിൾ അസറ്റിന് വരുന്ന വാല്യൂയിലുള്ള ഡിക്രീസ്, അതാണ് അമോർട്ടൈസേഷൻ. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് ഓഫ് ഗുഡ് വിൽ, ഹാഫ് ഓഫ് ഗുഡ് വിൽ ഈസ് ടു ബി റിട്ടേൺ ഓഫ്, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ട്രേഡ് മാർക്ക്,
₹1,000 എന്ന് കാണും. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ ആണെങ്കിൽ ഗുഡ് വിൽ എമൗണ്ട് എഴുതിയതിനു ശേഷം ലെസ് റിട്ടേൺ ഓഫ്. ബ്രാൻഡ് നെയിം ആണെങ്കിൽ ലെസ് റിട്ടേൺ ഓഫ്. അങ്ങനെ നമ്മൾ ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യുന്നത് പോലെ തന്നെ അമോർട്ടൈസേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഭാഗം കൂടെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നെറ്റ് ഫിഗർ മാത്രമാണ് ഇൻടാൻജിബിൾ അസറ്റിന്റെ ഹെഡിങ്ങിലേക്ക് പോകുന്നത്. സി, ഇൻടാൻജിബിൾ അസറ്റ് കഴിഞ്ഞ ഉടനെ നോട്ട് നമ്പർ 13 ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ദാറ്റ് ഈസ് ടാൻജിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെന്റ്. അപ്പം നമ്മൾ ടാൻജിബിൾ അസറ്റ് എന്തെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് ഉള്ളതെങ്കിൽ, അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടില്ല, ദെയർ ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ടാൻജിബിൾ അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ബിൽഡിംഗ് അല്ലെങ്കിൽ മെഷീനറി ഈസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് അങ്ങനെയാണെങ്കിൽ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടില്ലെങ്കിലും നമ്മുടെ അസറ്റ് തന്നെയാണ്, അത് നമുക്ക് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന ഹെഡിങ്ങിൽ കാണിക്കാവുന്നതാണ്. നോട്ട് നമ്പർ 14 ഇൻടാൻജിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ്. നേരത്തെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു, അത് ടാൻജിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ ഇൻടാൻജിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പാറ്റന്റിന് വേണ്ടിയോ കോപ്പിറൈറ്റിന് വേണ്ടിയോ എമൗണ്ട് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. അങ്ങനെ ഇൻടാൻജിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നോട്ട് നമ്പർ 14 ഈ ഹെഡിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് ഫിക്സഡ് ഫോർ സെയിൽ. ഇതിന് സെപ്പറേറ്റ് നോട്ട് നമ്പർ കൊടുത്തിട്ടില്ല. പകരം ഇങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തരുവാണെങ്കിൽ, അതായത് ഏതെങ്കിലും അസറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളാണ് ഈ ഹെഡിങ്ങിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. അതായത് ഫിക്സഡ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എമൗണ്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ നോൺ കറണ്ട് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് 5 ഹെഡിങ് ആണ് വരുന്നത്. 5 ഹെഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ബി, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, നോട്ട് നമ്പർ 15. സി, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ അതർ കമ്പനീസ്. നമ്മുടെ കമ്പനി മറ്റ് കമ്പനികളിലെ ഷെയറുകളിലോ ഡിബഞ്ചറുകളിലോ മറ്റ് സെക്യൂരിറ്റികളിലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ദീർഘകാലത്തേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നോട്ട് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ദേ ആർ മെയ്ഡ് ഫോർ ലോങ് പീരീഡ്. കറണ്ട് പീരീഡിലേക്കല്ല, നോൺ കറണ്ട് ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലുള്ള കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ കമ്പനി മറ്റ് കമ്പനിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഹെഡിങ്ങിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർട്ടീസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രിഫറൻസ് ഷെയർസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് ആൻഡ് ഫൈനലി അതേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ നോക്കിയാൽ മതി. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിന്റെ ടോട്ടലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഈ ഹെഡിങ്ങിലേക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് 15 ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യും. അതിനുശേഷം നോക്കാം ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് നെറ്റ്. ഇതിന് ഞാൻ നോട്ട് നമ്പർ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് അക്കൗണ്ടിങ് ഇൻകം ഈസ് മോർ ദാൻ ടാക്സബിൾ ഇൻകം ഇറ്റ് ഈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ദെൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ഇഫ് അക്കൗണ്ടിങ് ഇൻകം ഈസ് ലെസ് ദാൻ our taxable income then it is called deferred tax assets. അപ്പോൾ ആ ഒരു വർക്കിംഗ് നോട്ട് തന്നെ മതിയാകും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ എൻ്റർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നോട്ട് നമ്പർ ആണ് നോട്ട് നമ്പർ 16 ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പെയ്ഡ് ടു തേർഡ് പാർട്ടീസ്. അതായത് നമ്മുടെ കമ്പനി മറ്റ് പാർട്ടികൾക്ക്, അതായത് ഔട്ട്സൈഡ് പാർട്ടീസിന് ലോൺസോ അഡ്വാൻസുകളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് നമ്മുടെ
അതും നമ്മുടെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ അഡ്വാൻസസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതേഴ്സ്, ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ കമ്പനി മറ്റ് പാർട്ടീസിന് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എന്ന് പറയുന്നത് നമുക്ക് ലയബിലിറ്റി അല്ല, അത് നമ്മുടെ അസറ്റാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഗ്രാന്റ് ചെയ്ത ലോണുകളാണ്, അത് നമ്മുടെ അസറ്റാണ്. അത് കാണിക്കേണ്ടുന്ന ഹെഡിങ് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവുന്നത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. സോ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് 16 നമ്മൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് നോട്ട് നമ്പറിലേക്ക് പോകാം. നോട്ട് നമ്പർ 17 അതർ നോൺ കറണ്ട് അസറ്റ്സ്. അതർ നോൺ കറണ്ട് അസറ്റ്സ് നോട്ട് നമ്പർ 17 ഞാൻ എഴുതിയിരിക്കുന്ന ഐറ്റം ലോങ് ടേം ട്രേഡ് റിസീവബിൾസ്. മറ്റ് എന്തെങ്കിലും നോൺ കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ, ഇത് കറണ്ട് അസറ്റ് അല്ല, നോൺ കറണ്ട് ആണ്, ദീർഘകാലത്തേക്കുള്ള അസറ്റുകളാണ്. അപ്പൊ മറ്റു എന്തെങ്കിലും ലോങ് ടേം കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഈ ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. സാധാരണഗതിയിൽ ട്രേഡ് റിസീവബിൾസ് ഷോർട്ട് ടേം ആണ് തരുന്നത്. സപ്പോസ് ലോങ് ടേം ട്രേഡ് റിസീവബിൾസ് തന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ അതേഴ്സ്, ദെൻ ടോട്ടൽ. ഈ ടോട്ടലാണ് ബാലൻസ് ഷീറ്റിന്റെ അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്ന ഹെഡിങ്ങിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റ് നോട്ട് നമ്പർ 18. അപ്പം നമ്മൾ മെയിൻ ഹെഡിങ്സ് ആണ് പറഞ്ഞത്. നോൺ കറണ്ട് അസറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സിലാണ് അടുത്ത നോട്ട് നമ്പർ വരുന്നത്. നോട്ട് നമ്പർ 18 കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഫോർ വെരി ഷോർട്ട് പീരീഡ്. വളരെ ചെറിയ കാലത്തേക്ക് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ടേം ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ടേം പ്രിഫറൻസ് ഷെയർസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതേഴ്സ്. ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റി, ഈ സെക്യൂരിറ്റികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെരി ഷോർട്ട് പീരീഡിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഇങ്ങനെ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയാണെങ്കിൽ ആ ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ടോട്ടൽ എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്, പ്രിഫറൻസ് ഷെയർസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ നടത്തുന്ന ചെറിയ കാലത്തേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കറണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യും. അതിനുശേഷം വരുന്ന നോട്ട് നമ്പറാണ് നോട്ട് നമ്പർ 19 ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്കുകളാണ്. സാധാരണഗതിയിൽ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കുകളാണ്. അപ്പോൾ സ്റ്റോക്ക് എന്ന് ഡയറക്റ്റ് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ ഇൻവെന്ററി എന്നാണ് പറയുന്നത്. ഇൻവെന്ററി എന്ന ടേം ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കുന്നതൊക്കെ ക്ലോസിംഗ് സ്റ്റോക്കുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതൊക്കെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ റോ മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ട്രേഡിംഗ് കൺസേൺ ആണ് തരുന്നതെങ്കിൽ അവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നാണ് ഉണ്ടാവുക. ഇത് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് മോസ്റ്റ്ലി നമുക്ക് എവിടെ തരുന്നത്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും. സോ ഇൻവെന്ററിന്റെ ഹെഡിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന ഐറ്റം സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ്, ലൂസ് ടൂൾസ്, ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ്, ലൂസ് ടൂൾസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എൻറ്റർ ചെയ്യേണ്ട ഹെഡിങ് ഇൻവെന്ററീസ് ആണ്. ഇതിന്റെ ടോട്ടൽ വേണം ബാലൻസ് ഷീറ്റിലേക്ക് പോകാനായിട്ട്. സോ ഇൻവെന്ററീസിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻവെന്ററീസിന്റെ ടോട്ടൽ അതാണ് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോട്ട് നമ്പർ 20 ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസിൽ 2 ഐറ്റമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, സൺട്രി ഡെപ്റ്റേഴ്സ്, അതേപോലെ ബിൽസ് റിസീവബിൾ. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫൈനൽ അക്കൗണ്ട്സ് വരയ്ക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റിനകത്ത് എപ്പോഴും നമുക്കറിയാം ട്രയൽ ബാലൻസിൽ തരുന്ന 2 ഐറ്റമാണ് സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ. സൺട്രി ഡെപ്റ്റേഴ്സ് വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രൊവിഷൻസ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് ഗ്രോസ് എമൗണ്ട് ആണിത്, അതിൽ നിന്നും ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം സൺട്രി ഡെപ്റ്റേഴ്സിൽ കാണിക്കാനായിട്ട്. അതിനുശേഷം ബിൽസ് റിസീവബിൾ, ഈ ഒരു എമൗണ്ടും കൂടി ഉണ്ടെങ്കിൽ ഈ സൺട്രി ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ട്രേഡ് റിസീവബിൾസ് എന്ന കോളം ഹെഡിങ്ങിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളത്. ട്രേഡ് റിസീവബിൾസിന്റെ ടോട്ടൽ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോട്ട് നമ്പർ 21 ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വിവാലൻസ്.
ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസിൽ നമ്മൾ എപ്പോഴും കാണുന്ന 2 ഐറ്റം ഏതാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ കൂടാതെ ചെക്ക്, ഡ്രാഫ്റ്റ്, ഇങ്ങനെ 3 ഐറ്റമാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ടോട്ടലാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസിൽ കാണിക്കേണ്ടത്. അതായത് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള ഐറ്റംസ് ബാലൻസ് ഷീറ്റ് കാണിക്കാനില്ല. നമ്മൾ ഇതിന്റെ ടോട്ടൽ വേണം ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ് എന്നുള്ള ഹെഡിങ്ങിലേക്ക് മാറ്റാനായിട്ട്. 21 ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ് ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതിയതിനു ശേഷം ദെൻ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദാറ്റ് ഈസ് നോട്ട് നമ്പർ 22. ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻക്ലൂഡ്സ് ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പെയ്ഡ് ടു തേർഡ് പാർട്ടീസ്. നമ്മുടെ കമ്പനി മറ്റ് തേർഡ് പാർട്ടീസിന് വളരെ ചെറിയ കാലത്തേക്ക് കൊടുക്കുന്ന വായ്പകളാണ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതിനകത്ത് മെയിനായിട്ട് 2 ഐറ്റം മാത്രമാണ് ഞാൻ എഴുതിയത്, ഷോർട്ട് ടേം ലോൺസ് എന്നും അഡ്വാൻസ് ടാക്സ് എന്നും. നമ്മുടെ കമ്പനി മറ്റ് പാർട്ടീസിന് കൊടുക്കുന്നതാണ്. ഇത് നമുക്കൊരു അസറ്റാണ്. മിക്കവാറും നമ്മൾ കാണുന്ന ഒരു ഐറ്റമാണ് അഡ്വാൻസ് ടാക്സ്. ഇത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഈ അഡ്വാൻസ് ടാക്സ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഹെഡിങ്ങിലാണ് ഉൾപ്പെടുത്തേണ്ടത്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. Then note number 23, the last item, other current assets. മറ്റ് എന്തെങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതർ കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡിങ്ങിൽ എഴുതി വെക്കാം. അതിനകത്ത് ഞാൻ 2 ഐറ്റം എഴുതിയിട്ടുണ്ട്. ഒന്ന് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ വല്ല ഇൻട്രസ്റ്റും കിട്ടാനുണ്ടെങ്കിൽ, ഇനി ഇൻകം കിട്ടാനുണ്ടെങ്കിൽ അതിനാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അതേപോലെ പ്രിലിമിനറി എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അത് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അതിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു നമ്മളോട് ഹാഫ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ഷുഡ് ബി റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ പകുതി പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു. ഈ റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്ന ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. ദെൻ റൈറ്റ് ഓഫ് ചെയ്യാത്ത ബാക്കിയുള്ള ഭാഗം വേണം നമ്മൾ ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. 1000 രൂപയാണ് പ്രിലിമിനറി എക്സ്പെൻസ് ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് പറയുന്നു 500 രൂപ റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു. ഈ 500 രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലാണ് കാണിക്കേണ്ടത്. റൈറ്റ് ഓഫ് ചെയ്യാത്ത 500 രൂപയുണ്ടല്ലോ, അത് വേണം ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കാനായിട്ട്. ഹെഡിങ് അതർ കറണ്ട് അസറ്റ്. ഇങ്ങനെ ടോട്ടൽ വേണം നമ്മൾ അതർ കറണ്ട് അസറ്റ്സിൽ കാണിക്കാനായിട്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റാണ് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നോക്കാം. 2 തരം ഹെഡിങ്. ക്യാപിറ്റൽ ലെറ്റർ എ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. ശേഷം 2 നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതിൽ 4 ഐറ്റമാണ് വരുന്നത്. ദെൻ 3 കറണ്ട് ലയബിലിറ്റീസ്, അതിലും 4 ഐറ്റംസ് വരുന്നുണ്ട്. ദെൻ അതിനുശേഷം ടോട്ടൽ നമ്മുടെ ലയബിലിറ്റി സൈഡ് മൊത്തം കഴിഞ്ഞു. ദെൻ അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ മേജർ 2 ഹെഡിങ് മാത്രമേ വരുന്നുള്ളൂ. ഒന്ന് നോൺ കറണ്ട് അസറ്റും മറ്റൊന്ന് കറണ്ട് അസറ്റുമാണ്. നോൺ കറണ്ട് അസറ്റിനകത്ത് ഫിക്സഡ് അസറ്റിനകത്ത് 5 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനുശേഷം നോൺ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. പിന്നീട് കറണ്ട് അസറ്റിനകത്ത് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മാത്രമാണ് ബാലൻസ് ഷീറ്റും അതിന്റെ ഫോമും കണ്ടൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോവേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഫോം ആൻഡ് കണ്ടൻസ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. താങ്ക്